നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. കാരണം അത് അല്ലെങ്കിൽ ഈ നേതൃത്വ പൂജ അല്ലെങ്കിൽ ഈ വാഴ്ത്തുപാട്ടുകൾ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഈ വാഴ്ത്തുപാട്ടുകൾ കിട്ടുന്നത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വരുമ്പോൾ ആളുകൾ കണ്ണേ കരളേ എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്? അതിൻ്റെയൊക്കെ ചരിത്രപരമായ വശങ്ങളിലേക്ക് നമ്മൾ പോകണം. ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നവരാണ്, അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അവരുടെ ശാരീരികമായിട്ടുള്ള വിഷമതകൾ മാറ്റിവെച്ചുകൊണ്ട് പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നവരാണ്. മലയും കുന്നും കയറി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ, അല്ലാതെ നിങ്ങൾ ഖദറിട്ട് ഇസ്തിരിയിട്ട വേഷമോ അല്ലെങ്കിൽ കാഷായ വേഷമോ ഇട്ട് നടക്കുന്നവരല്ല. ഇവരെല്ലാം തന്നെയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ നോക്ക്. കേരളത്തിലെ ഏത് വിഷയമാണ് ഒരു സമരത്തിലൂടെ അല്ലാതെ നമുക്ക് പരിഹരിച്ച് കിട്ടിയിട്ടുള്ളത്? അതും അതാണോ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് രീതി? അല്ല, നിങ്ങൾ ഞാനിപ്പം ശാസ്ത്രീയമായിട്ട് അതിനെ വിശകലനം ചെയ്യാനല്ല. കേരളത്തിലെ നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് ഈ മുദ്രാവാക്യം വിളികൾ കിട്ടുന്നത്, ഈ വാഴ്ത്തുപാട്ടുകൾ കിട്ടുന്നത് എന്നുള്ളതാണ്. കണ്ണേ കരളെ മാത്രമൊന്നുമല്ല, നിങ്ങൾക്കിപ്പോ ഒരു വലതുപക്ഷ നേതാവിനെ ഈ നിലയിലുള്ള ഒരു വീഡിയോ ഇറക്കാൻ, ഈ നിലയിലുള്ള ഒരു മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരു ആവശ്യം. ഉമ്മൻചാണ്ടി ജനകീയനായ നേതാവാണ്. അപ്പൊ ജനകീയരായിട്ടുള്ള നേതാക്കൾക്ക് അത്തരം മുദ്രാവാക്യങ്ങൾ നോക്കൂ, അത് കിട്ടും. പക്ഷേ അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് അത്തരം വാഴ്ത്തുപാട്ടുകൾ അത് നേതാക്കളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദുഷിപ്പിക്കുമെന്ന്. അതിനുവേണ്ടി ഒരു പ്ലീനം വെച്ച പാർട്ടിയാണിത്. നോക്കൂ, അവിടെയാണ് പിണറായി വിജയനെതിരെ പിണറായി വിജയന് വേണ്ടി, വി എസ് അച്യുതാനന്ദന് വേണ്ടി, പി ജയരാജന് വേണ്ടി, മുൻകാലങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊക്കെയും വേണ്ടിയുള്ള മുദ്രാവാക്യം വിളികളും അവരുടെ വാഴ്ത്തുപാട്ടുകളും ഉണ്ടായിട്ടുള്ളത്. അത് ക്രമീകരിക്കുക, അത് വേണ്ട എന്ന് വെക്കുക. അല്ല, പി ജയരാജന്റെ ചെന്താരകം അല്ലെ, ആ പാട്ടിനെ വിമർശിച്ച നേതാക്കൾ പിണറായിയുടെ സ്തുതിപാഠകരെ വിമർശിക്കാൻ തയ്യാറാവുന്നത് കൊണ്ടാണ്. തെറ്റില്ല, പലർക്കും വീരാരാധനയുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയന്റെ മഹത്വം കൊണ്ടുവരുന്ന ഒരു നൃത്തരൂപമോ അല്ലെങ്കിൽ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം വിളികളോ അല്ലെങ്കിൽ തിരുവാതിര കളിയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രതിരോധിക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ലെങ്കിൽ ശുദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരനല്ല പിണറായി വിജയൻ. Meet the editors.